സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഇന്ന് അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ഈ പറയുന്ന പ്രചരണാർത്ഥം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള രമേഷ് പിഷാരടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ രമേഷ് പിഷാരടിയെ ഒരു കൂട്ടം സ്ത്രീ ഗുണ്ടകൾ വന്ന് വളഞ്ഞ് ആക്രമിക്കുന്നു. ഇത് ഞങ്ങളുടെ വഴിയാണ്, ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ വഴിയാണ്, ആ വഴിയിൽ കൂടി വരാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേഷ് പിഷാരടി അവിടെ തടഞ്ഞു നിർത്തിയത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ വഴിയാണെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ വഴിയാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവരിതിങ്ങനെ മെഴുകുമ്പോൾ, ഇവരുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് മെഴുകുന്നത്. ഇവരെല്ലാവരും അഹോരാത്രം പണിയെടുക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് വരുത്തി തീർക്കാനായിട്ട് കാണിക്കുന്ന ചില പോരാട്ട നാടകങ്ങൾ. അപ്പോൾ രമേഷ് പിഷാരടി അവിടെ ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും ഏത് രീതിയിലാണ് അയാൾ റെസ്പോണ്ട് ചെയ്തതെന്നും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതോടുകൂടി തന്നെ രമേഷ് പിഷാരടി ഏകദേശം അവിടെ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. അതായത് രമേഷ് പിഷാരടി അവിടെ പോകുന്നു, അത് മര്യാദയ്ക്ക് സൗമ്യമായിട്ടുള്ള രീതിയിൽ അവർ പറയുന്നതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് തന്നെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് രമേഷ് പിഷാരടി പറഞ്ഞ കുറേ അധികം കാര്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കണ്ടൊരു പോസ്റ്റ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രമേഷ് പിഷാരടി അല്ലെങ്കിൽ രമേഷ് പിഷാരടിയെ പറ്റി ജനൻ ടി വി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വെനൻ ടി വി ആരുടെയാണെന്നും എന്താണെന്നും അവർ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ സംവിധായകൻ രഞ്ജിത്തിന്റെ ഒരു കേസുണ്ട്, അത് പീഡന പരാതിയിൽ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് 14 ദിവസത്തേക്ക്. അപ്പോൾ ആ സംഭവത്തെപ്പറ്റി രമേഷ് പിഷാരടി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനൻ ടി വി ഒരു കാര്യം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: സ്ത്രീ വിരുദ്ധ പരാമർശവുമായി പിഷാരടി, പീഡിപ്പിക്കുന്നവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമെന്ന് പ്രതികരണം. യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ ചോദ്യത്തിലാണ് പിഷാരടിയുടെ പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട്. ഈ ജനൻ ടി വിയിൽ അല്ലെ വെനൻ ടി വിയിൽ കമൻ്റ് ഇടുന്ന ആളുകൾ, അല്ല അതിലെ കമൻറ്റോളികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എല്ലാ സംഘിച്ചായുള്ള സംഘിപുത്രന്മാരാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളെല്ലാം മാങ്കൂട്ടത്തിൻ്റെ ആൾ തന്നെ ഇങ്ങനെ അല്ലല്ലോ, ഇവർക്കൊപ്പം ഇരകൾക്കൊപ്പം എന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ മെഴുകുന്നുണ്ട്. ഈ രഞ്ജിത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഈ രമേഷ് പിഷാരടി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത്, ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടണം. അത് ഈ പറയുന്ന രഞ്ജി പണിക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത്. ആ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് ജനൻ ടി വി എന്ന് പറയുന്ന ഒരു ചാനൽ ഇടുന്ന ഒരു പോസ്റ്റ്, ആ പോസ്റ്റിന്റെ വ്യക്തത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടതാണല്ലേ, പിഷാരടിയുടെ ഒരു പ്രസ്താവന എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ രമേഷ് പിഷാരടി പറഞ്ഞ കാര്യത്തിൽ, അല്ലെ രമേഷ് പിഷാരടി അവിടെ പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവരെ തടയുന്ന കുറേ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് ഞാൻ കാണിക്കുന്നതിന് മുൻപ് രമേഷ് പിഷാരടി എന്താണ് ഈ കാര്യത്തെപ്പറ്റി പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. രമേഷ് പിഷാരടി പറയുന്നത്, എനിക്ക് നേരെ വന്നത് ഒരു സ്ത്രീയാണ്, തിരിച്ചെന്തെങ്കിലും പ്രതികരിച്ചാൽ അത് സ്ത്രീ വിരുദ്ധമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ പ്രതികരിച്ചിരിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോ എപ്പോഴും പരിചയപ്പെടാന്നൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവര് വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും, ഒരു സ്ത്രീയാണ്, ഞാൻ എന്തെങ്കിലും എന്റെ വായിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി, എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു എന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ, അവരൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. അവര് ഭരണഘടന അറിയാത്തത് കൊണ്ടാണോ? ഞങ്ങള് പ്രചരണാർത്ഥം പോയി. ഞങ്ങളുടെ പ്രചരണ വണ്ടി ഇത്തിരി വലുതാണല്ലോ, അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയപ്പോ അവിടെ കുറെ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങുകയും അവരെടുത്ത് പോയി അവരോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അതിലൊരു അമ്മ എന്നോട് വീട്ടിലോട്ട് വരുമോന്ന് ചോദിച്ചു, അകത്തോട്ട് വരുമോന്ന് ചോദിച്ചു. ഞാൻ പൊതുവെ നമുക്ക് ഈ പരിമിതമായ സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരുപാട് വീടുകളിൽ പോകുന്നില്ല. കാരണം ഒരു വീട്ടിൽ പോയാൽ തൊട്ടടുത്ത വീട്ടിൽ പോയില്ല എന്നുള്ള പരാതി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് വീടുകളിൽ പോക്ക് കുറവായിട്ട് ഞാൻ പറഞ്ഞു, വീട്ടിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാമെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്, എന്നാൽ അവിടെ വന്നൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ എന്ന് എന്നോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. ഞാൻ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോ എപ്പോഴും പരിചയപ്പെടാന്നൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവര് വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും, ഇതിലെ നിങ്ങൾ ആരെയും കയറ്റിവിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിലെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. അപ്പോഴേക്കും എന്റെ കൂടെ ഉണ്ടായിരുന്നവര്, ഇത് നിങ്ങൾക്ക് ഉള്ള സ്ഥലമല്ലല്ലോ, നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ട്. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്, ഒന്നാമത് എനിക്കെതിരെ ഒച്ചയെടുത്തോണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞാൻ എന്തെങ്കിലും എന്റെ വായിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി, എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു എന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. അത് നിന്ന ശേഷം വല്ലാതെ ഒച്ചയെടുക്കുന്നു, ഇവിടെ ഇവര് വരാൻ പാടില്ല, ഇവിടെ പ്രചരണത്തിന് വരാൻ പാടില്ല. ഇവര് ആ ഒരു അമ്മ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യയാണ്. ഒരു ആ വീഡിയോ കാണുന്നൊരു ഡാർക്ക് ബ്ലൂ സാരി എടുത്തൊരു അമ്മ. ആ അമ്മ, നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്കാണ് വിളിച്ചത്, ഈ റോഡ് ഇവരുടെ അല്ല,
അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എന്റെ കൂട്ടത്തിൽ വാ, എന്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഒരു പ്രശ്നം വേണ്ട. കാരണം രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ഇത്തരത്തിലല്ല. രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെ എല്ലായിടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. കണ്ടില്ലേ, ഇതാണ് അവിടെ നടന്നത്. അപ്പോൾ അവിടെ നടന്ന വീഡിയോ കൂടി നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോ ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാനിപ്പോൾ പറയാം. ഞാനത് കണ്ടിരുന്നു, ഇപ്പം നോക്കിയ സമയത്ത് കാണാനില്ല. രമേഷ് പിഷാരടി അവിടെ പോകുമ്പോൾ അവിടെ ഒരു അമ്മ രമേഷ് പിഷാരടി അടുത്ത് എൻ്റെ വീട്ടിലേക്കൊന്ന് വരണേ മകനെ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രമേഷ് പിഷാരടി അവിടേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടാകുന്നത്. അതായത് രമേഷ് പിഷാരടി അവിടെ വരാൻ പാടില്ല, ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഞങ്ങളുടെ ഏരിയയിൽ വന്ന് സംസാരിക്കാനോ അല്ല വന്ന് നിൽക്കാനോ ഉള്ള യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിഷാരടിക്കെതിരെ ഈ വലിയ രീതിയിലുള്ള വഴക്കുമായിട്ട്, അല്ലെ പിഷാരടിക്കെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഈ ഒരു ടീം അങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഇറങ്ങി തിരിച്ച് രമേഷ് പിഷാരടി അവരുടെ അടുത്ത് ഒന്നും പറയുന്നില്ല, മര്യാദയ്ക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് കൈ പുറകിൽ കെട്ടി മര്യാദയ്ക്ക് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നിൽക്കുമ്പോഴും ഇവർ കിടന്ന് ആക്രോശിച്ചുകൊണ്ട് എന്തൊക്കെയാ പറയുകയാണ്, ഈ കുരയ്ക്കുന്ന പട്ടികൾ, അതായത് തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടികൾ എന്തെങ്കിലും ചെയ്തോട്ടെ, എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്നുള്ള രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു രമേഷ് പിഷാരടി അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. രമേഷ് പിഷാരടി അതിന് പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയാകും, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സ്ത്രീകളെ തൊട്ടു എന്നുള്ളതാവും, സ്ത്രീക്ക് പരിഗണന കൊടുത്തില്ല, സ്ത്രീയെ അവഹേളിച്ചു എന്നുള്ളതൊക്കെ ആവും, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, അല്ലെ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ മാറി നിന്നാണെന്നാണ് രമേഷ് പിഷാരടി പറഞ്ഞത്. ആ വീഡിയോ നോക്കിയിട്ട് കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിൽ എന്തിനോ വേണ്ടിയിട്ട് വെറുതെ ഈ പറയുന്ന രമേഷ് പിഷാരടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ രമേഷ് പിഷാരടി അവിടെ ജയിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. പിഷാരടിയുടെ ജയത്തിനെ ഭയമുള്ള പിഷാരടി എന്ന് പറയുന്ന ഒരു നേതാവ് UDFന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ജയിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം കൊണ്ടായിരിക്കണം ഇവർ ഈ രീതിയിലെ കളിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ധാർഷ്ട്യം കൊണ്ടായിരിക്കണമെന്നല്ല, ധാർഷ്ട്യം കൊണ്ട് തന്നെയാണ് ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇവരിങ്ങനെ കളിച്ചപ്പോൾ തന്നെ കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാം ഏകദേശ കാര്യങ്ങൾ മനസ്സിലായി, പിഷാരടി അവിടെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ, വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ മെഴുകലുകളൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗോപാലകൃഷ്ണൻ്റെ മെഴുകലിനെ പറ്റി നമ്മൾ കുറേ വീഡിയോസ് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ മെഴുകലുകളുമായിട്ട് ഇവരുടെ ഓരോ ടീംസും ഈ രീതിയിൽ രംഗത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ പുതിയൊരു വീഡിയോയിൽ നമുക്കറിയാം ഈ ഗോപാലകൃഷ്ണൻ്റെ ഒരു മനോവികാരം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു വൈകല്യം അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും പിഷാരടി ഈ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ മുൻപിൽ നെഞ്ചും വിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉശിരുള്ളൊരു ആൺകുട്ടിയായിട്ട് തന്നെ അവിടെ നിന്നും മര്യാദയ്ക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്നൊരു രംഗമാണ് കണ്ടത്. എല്ലാ സമയത്തും നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളികളുമുണ്ട്, ജയിക്കാൻ വേണ്ടി നമ്മൾ തോറ്റു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പം തോറ്റു കൊടുക്കുന്ന ഒരു വിജയമായിരിക്കും എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കുന്നതും സ്വയം തോറ്റു കൊടുക്കുന്നതുമൊക്കെ ഒരു തോൽവിയല്ല, അതും ഒരു ജയമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ പറയുന്ന സംഘിക്കൂട്ടങ്ങൾക്കില്ല, സംഘിക്കൂട്ടങ്ങളിലെ സംഘിണികൾക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ കിടന്ന് വെറുതെ കിടന്ന് മെഴുകിയത്. ഇവരുടെയൊക്കെ വീട്ടിലെ കെട്ടുവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും പിഷാരടി ഇപ്പം തന്നെ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ജയത്തിനോടുള്ള പേടി കൊണ്ടാണ് ഇവന്മാർ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്ത്രീ വിരുദ്ധത പറഞ്ഞു എന്ന് വരും, സ്ത്രീകളെ മോശമായിട്ട് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ വരും. എന്തൊക്കെ വന്നാലും രമേഷ് പിഷാരടി അവിടെ സ്വീകരിച്ച നിലപാടല്ലെ നയം, അല്ലെങ്കിൽ അയാൾ അവിടെ സൈലൻ്റായിട്ട് നിന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാനൊരു പാർട്ടി അംഗീകരിക്കുന്നില്ല, പക്ഷേ നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം. ഓക്കെ ബൈ.